ദുരന്തത്തിൽ ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്ക് തീരാവേദനയാണ്. പക്ഷേ അടുത്ത ഉറ്റവരുള്ളപ്പോൾ അനാഥ ശരീരമായി മണ്ണിലടക്കപ്പെടുക എന്നത് ബന്ധുക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും വേദന ഇരട്ടിയാക്കും. ദുരന്തത്തിൽ മരിച്ച ഹരിദാസിന്റെ കഥയും അങ്ങനെയാണ്. ചൂരൽമല ന്യൂ വില്ലേജ് പരിസരത്തടിഞ്ഞ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവിടെയുണ്ടായിരുന്നു. രാവിലെ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദൈന്യത നിറഞ്ഞ കണ്ണുകൾ കണ്ടാണ് വിവരം അന്വേഷിച്ചത്. നമ്മളെ അനിയന്റെ രൂപസാദൃശ്യമുള്ള ഒരു ബോഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന സമയത്ത് നമ്മൾ ഇവിടെ ചുറ്റുപാടത്തും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് ബോഡിയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് കണ്ടെന്നുള്ളത്, ഏത് ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായിട്ട് എല്ലാവരും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരെ ബോഡി എങ്ങനെയെങ്കിലും കിട്ടാനും കാണാനും അതിലൂടെ ബാക്കിയുള്ള ദുഃഖങ്ങളെല്ലാം അതിലൂടെയെങ്കിലും മറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ഒന്ന് കണ്ടല്ലോ എന്നുള്ള സമാധാനത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ ഇത്രയും പേരത്ത് അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു ബോഡി ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമ്മളെങ്ങനെ കറക്കുക എന്നല്ലാതെ കൃത്യമായിട്ട് ആ ബോഡി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും തയ്യാറായില്ല. ചൂരൽമല ഹൈസ്കൂൾ റോഡ് സ്വദേശി ഹരിദാസിന്റേതായിരുന്നു ആ മൃതദേഹം. ബന്ധുക്കൾ തിരിച്ചറിയാൻ വൈകിയതോടെ ഹരിദാസിന്റെ ശരീരം അനാഥരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു. ഇനി കിട്ടാനുള്ളത് അമ്മായിയുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ്റെ മാത്രമേ കിട്ടില്ല. അച്ഛൻ്റെ ചൊവ്വാഴ്ച രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇനി ആരുമില്ല. ഹരിദാസിനെ കൂടാതെ അച്ഛൻ ദാമോദരനെയും അമ്മ അമ്മാളുവിനെയും ഉരുൾ കൊണ്ടുപോയി. അടുത്ത ദിവസം തന്നെ അച്ഛന്റെ മൃതദേഹം കണ്ടെടുത്തു. അമ്മക്കായി തിരച്ചിൽ തുടരുകയാണ്. അവസാനമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും 176 നമ്പർ കുഴിമാടത്തിൽ ഹരിദാസൻ ഉറങ്ങുന്നുവെന്ന ആശ്വാസത്തിലാണ് സഹോദരങ്ങളുടെ മടക്കം. PS മനീഷിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, ടീം 24 വയനാട്.